ഇന്നത്തെ കാഴ്ചകൾ നമ്മുടെ കൊല്ലം ജില്ലയിലെ ചടയമംഗലം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ജഡായുപ്പാറയിലെ കാഴ്ചകളാണ് കേട്ടോ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷിശില്പമാണ് ഈ ജഡായുവിൻ്റെ ഒരു പക്ഷിശില്പം. ഈ ചടയമംഗലം ജഡായുപ്പാറയെ കുറിച്ചുള്ള ഹിസ്റ്റോറിക്കൽ സ്റ്റോറിയൊക്കെ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ പറയാം. എന്തായാലും വർഷങ്ങൾക്ക് മുമ്പ് ഇതൊരു ക്ഷേത്രമായിരുന്നു. ഇതിൻ്റെ മുകളിലുള്ളൊരു ക്ഷേത്രം കാണാനായിട്ടായിരുന്നു എല്ലാവരും വന്നിരുന്നത്. ഞങ്ങളൊക്കെ ഈ അഞ്ചല്, ചടയമംഗലം, പുനലൂർ, ആയൂർ ഏരിയയിലുള്ള ആളുകളൊക്കെ വന്ന് ഈ ക്ഷേത്ര ദർശനം നടത്തി ഈ പാറയുടെ മുകളിൽ കുറേ സമയമൊക്കെ ചിലവഴിച്ച് പോകുമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഒരു നല്ല വേൾഡ് വൈഡ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു അടിപൊളി ഇൻ്റർനാഷണൽ ടൂറിസം ഡെസ്റ്റിനേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ കാഴ്ചകളൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്ന് കാണുന്നത്. അപ്പോൾ അതേ കേബിൾ കാർ വഴിയാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത്. നമ്മൾ താഴെ വന്ന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്താണ് ഈ മുകളിലേക്ക് വരുന്നത്. അവിടെ നല്ല തിരക്കായതുകൊണ്ട് അത്യാവശ്യം നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. നമ്മൾ നേരെ മുകളിൽ വന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ ഈ കേബിൾ കാറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഒന്നുമില്ല, താഴെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് ഷോപ്സും കാര്യങ്ങളും, കുട്ടികൾക്ക് കളിക്കാനുള്ള ഗെയിംസ്, അങ്ങനെ കുറച്ച് ഐറ്റംസും കുറച്ച് നമുക്ക് ബേക്കറി ഐറ്റംസ്, സ്നാക്സ് ഒക്കെ മേടിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്രയേ ഉള്ളൂ. ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ കയറി വരുമ്പോൾ വിശാലമായ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ടിക്കറ്റ് എടുത്ത് മുകളിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു കേബിൾ കാറിൻ്റെ ഒരു സെക്ഷൻ കാണാൻ പറ്റുന്നത്. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഇതുപോലെ നമ്മൾ ഈ കാണുന്ന പോലെ ഓരോ സെക്ഷനായിട്ട് കേബിൾ കാറുകൾ, ക്യാബിൻസ് ആയിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഇതിനകത്ത് കയറി നമ്മൾ ഈ ജഡായു പാറയുടെ മുകളിലേക്ക് പോകുന്ന ഒരു പരിപാടിയാണിത്. നമുക്കിതല്ലാതെ നടന്നു പോകാനും പറ്റും. അത് നമുക്ക് പോകുന്ന വഴിക്ക് കാണാം, ആ വഴികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ ഈ കേബിൾ കാറിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ നമുക്ക് കയറാനുള്ള ഒരു സെക്ഷൻ വന്നിട്ടുണ്ട്. നമ്മൾ ഇനി ഇതിൽ കയറി മുകളിലേക്ക് പോകാണ് കേട്ടോ. നമ്മൾ തന്നെ ഈ ഒരു ക്യാബിനകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കയറുന്ന പരിപാടികളൊന്നും വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ വീഡിയോയിൽ കണ്ടില്ലേ, ഫസ്റ്റ് നമ്മൾ കണ്ടില്ല കേബിൾ കാർ ഇങ്ങനെ ഓരോ സെക്ഷനായിട്ട് വരുന്നത്. ആ സൈഡിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്ട് പെട്ടെന്ന് നമ്മൾ സേഫായിട്ട് പിടിച്ച് ഇതിനകത്തേക്ക് കയറി ഇരിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ക്യാമറയും ഫോണൊന്നും പിടിച്ച് ഇങ്ങനെ വീഡിയോ എടുത്ത് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സേഫായിട്ട് നോക്കി കയറുക. അപ്പോൾ ഒരു സെക്യൂരിറ്റി ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് നമ്മൾ ആ ടൈമിൽ കറക്റ്റായിട്ട് അത് കവർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളതിൽ കയറി നേരെ മുകളിലേക്ക് പോകണം. ആദ്യം കുറച്ച് സ്ലോ ആയിട്ടാണ് വന്നത്, പിന്നെ സ്പീഡ് കൂടുന്നുണ്ട്, പിന്നെ ഒരു സെൻറ്ററിലൊക്കെ എത്തുമ്പോൾ കുറച്ച് സമയം അത് നിർത്തിയിടുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഹെലിപാഡൊക്കെ നമുക്ക് കാണാൻ കേട്ടോ. അപ്പോൾ ഏകദേശം നമുക്ക് മുകളിലേക്ക് എത്തുമ്പോൾ ഈ പാറയുടെ മുകളിൽ വശവും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ മുകളിലേക്ക് എത്തുന്നവരും ചെറുതായിട്ട് സ്ലോ ചെയ്ത് വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ഇട്ടിരിക്കുമ്പോൾ കിട്ടും. എന്ന് വെച്ചാൽ ഫുള്ള് ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തൊക്കെ ആയതുകൊണ്ട് നമുക്കൊരു 360 വ്യൂ ഫുള്ളായിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും. നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ അവിടെ നിന്നൊരു സെക്ഷൻ ഇങ്ങനെ താഴേക്ക് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു സെക്ഷനിൽ 1, 2, 4 ഇതാണുള്ളത്, ക്യാബാണുള്ളത്. 4 ക്യാബിനായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന സെക്ഷനും അത്രയേ ഉള്ളൂ എന്ന് തോന്നുന്നു. നമ്മൾ പോകുന്നൊരു വൈറ്റ് കളറാണ്, അവർ വരുന്നുണ്ട് യെല്ലോ കളർ. അപ്പോൾ ഇങ്ങനെ മേളിലോട്ടും താഴ്ത്തി ഇതാണ് കറക്റ്റ് ഒരു മൂവ്മെൻറ്റ് കേട്ടോ. ഇത് ഇത്രയും സ്ലോ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ചുറ്റുമുള്ള വ്യൂവും കാര്യങ്ങളും, പിന്നെ ഇത് പോകുന്ന വഴിക്കുള്ള എന്തൊക്കെയാണ് പാറയും പിന്നെ ഹെലിപാഡും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിക്ക് ആസ്വദിക്കാൻ പറ്റും. അങ്ങനെ നമ്മളിതേ കേബിൾ കാർ വഴി കയറി ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പം താഴെ പറഞ്ഞ പോലെ തന്നെ മുകളിൽ വന്ന് ഇറങ്ങുന്നതും അതേ ഒരു സെറ്റപ്പിലാണ്. അതായത് ഇതിങ്ങനെ സ്ലോ ആകത്തേ ഉള്ളൂ, സ്റ്റോപ്പ് ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചാടി ഇങ്ങനെ ഇറങ്ങാത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതും കവർ ചെയ്തില്ല. അവിടെ നമ്മൾ നേരെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുമ്പോഴത്തേക്കും ജഡായുവിൻ്റെ ഒരു അടിപൊളി ഒരു വ്യൂ നമുക്ക് കയറി വരുമ്പോൾ കാണാം കേട്ടോ. ഞങ്ങൾ വന്ന് ഒരു വൈകുന്നേര സമയമായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഒരു വലിയ ചൂടൊന്നും ഫീൽ ചെയ്യുന്നില്ല. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്ലൈമറ്റൊക്കെയാണ്. എല്ലാവരും വന്നിട്ട് ഈ ജഡായുവിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇതാണ് കേട്ടോ ഫസ്റ്റ് നമ്മൾ കയറി വരുമ്പോൾ കാണുന്ന ഒരു അടിപൊളി ഒരു വ്യൂ കണ്ടോ. ആ ക്യാമറയുടെ ഫ്രെയിമിൽ തന്നെ ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് വലിപ്പം പറയണ്ടല്ലോ. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം എന്ന് പറയുമ്പം പ്രതീക്ഷിക്കാമല്ലോ നമുക്ക് എന്തുമാത്രം ഒരു വലിപ്പം ഉണ്ടായിരിക്കുന്നതിന്. നമുക്ക് ശരിക്കും ഈ ഒരു ജഡായുവിൻ്റെ ഈ ശില്പത്തിൻ്റെ ചുറ്റും നടന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും കാണാം. അതായത് ഇതിൻ്റെ ഒരു 360 വ്യൂ നമുക്ക് വട്ടം റൗണ്ട് ചെയ്ത് നടന്ന് കാണാനുള്ള എല്ലാ സൗകര്യങ്ങളും സൈഡിൽ കൂടെയുള്ള വഴിയും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ക്ഷേത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് പോയി കാണാം. അത് ഞാൻ പറഞ്ഞില്ലേ, പണ്ട് ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു, ഞങ്ങളൊക്കെ ക്ഷേത്ര ദർശനത്തിന് വരുമായിരുന്നു. ആ സമയത്തുണ്ടായിരുന്ന ഒരു ക്ഷേത്രമാണ്. അപ്പോൾ അത് ഈ ജഡായുവിൻ്റെ ശില്പം ഇത്രയും വലുതായി പണിഞ്ഞതിൻ്റെ കൂടെ അതും പുതുക്കി പണിഞ്ഞ ഒരു നല്ല അടിപൊളി ഒരു സ്റ്റൈലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ നോക്കുമ്പോൾ കാണുന്ന ജഡായു ഇങ്ങനെ കിടക്കുമ്പോൾ ആ ജഡായുവിൻ്റെ ഒരു ചിറകാണ് കാണുന്നത് ഈ റൈറ്റ് സൈഡിൽ. അപ്പോൾ പിന്നെ അവിടെ എന്തോ റോപ്വേയുടെ പരിപാടികളൊക്കെ സ്റ്റാർട്ടിങ് ചെയ്യാനാണെന്ന് തോന്നുന്നു. കുറേ പരിപാടികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചിറക് ഇങ്ങനെ കാണാൻ നമുക്ക് കിടക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ സാധാരണ പക്ഷി ശില്പങ്ങളൊക്കെ നേരെ ഒരു പക്ഷി ഇരിക്കുന്ന രീതിയിലായിരിക്കും. ഇതിങ്ങനെ മലന്ന് കിടക്കുകയാണ്, കാല കണ്ടില്ലേ മേളിലോട്ട്. അതിനകത്തൊരു സ്റ്റോറി ഉണ്ട്, എല്ലാവർക്കും അറിയാം സ്റ്റോറി. എന്നാലും ചുരുക്കത്തിൽ ഞാനൊന്ന് പറഞ്ഞു തരാം അത്. പിന്നെ നമ്മുടെ ഈ ഒരു ഇത് കണ്ടില്ല, ആ ചിറകിരിക്കുന്ന ഭാഗം കണ്ടോ, അതിൻ്റെ ആ തൂവലുകളൊക്കെ അതേ രീതിയിൽ സിമെൻറ്റ് കൊണ്ട് ചെയ്ത് വെച്ചിട്ട് അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാൻ പറ്റില്ല കേട്ടോ. നമ്മളവിടെ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ അവിടെ ഇരിക്കാൻ പോയി കഴിഞ്ഞാൽ അവർ അന്നേരം അത് നമ്മളെ
പറയാം അതിനകത്ത് കയറി ഇരിക്കരുതെന്ന്. പിന്നെ അതേ ആ ഒരു രാമക്ഷേത്രം അവിടെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ അവിടെ നമുക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ ജഡായുവിനെയും കാണാം. അതുപോലെ ലെഫ്റ്റ് സൈഡിലായിട്ട് ക്ഷേത്രത്തിൻ്റെ ആ ഒരു കോമ്പൗണ്ടിൽ കയറി നിൽക്കുമ്പോൾ ആ ഒരു ഇതും കാണാം നമുക്ക്. അപ്പോൾ നമ്മുടെ ജഡായുപ്പാറേൻ്റെ ഒരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കറിയാവുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് രാവണൻ സീതയെ തട്ടിക്കൊണ്ടു വന്ന സമയത്ത് ഈ ജഡായു അതൊരു തടസ്സമായിട്ട്, അതായത് സീതയെ രക്ഷിക്കാൻ വേണ്ടി വന്ന ജഡായുവാണ്. അപ്പോൾ ജഡായുവിൻ്റെ ചിറക് രാവണൻ കട്ട് ചെയ്ത് ഇങ്ങനെ വാളെടുത്ത് അരിഞ്ഞു വീഴ്ത്തിയപ്പോൾ ജഡായു വന്ന് വീണ സ്ഥലമാണ് നമ്മുടെ ഈ ചടയമംഗലത്തുള്ള ജഡായുപ്പാറ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ പക്ഷിശില്പം നോക്കുമ്പോൾ മനസ്സിലാവും അതിന് ഒരു ചിറകേ ഉള്ളൂ. നമ്മൾ ചെന്ന് കാണുമ്പോൾ മനസ്സിലാവും ഒരു സൈഡിലോട്ട് ചിറകില്ല, നമ്മൾ കയറി വരുന്ന ഭാഗത്ത് ചിറകില്ല, ഒരു ചിറകേ ഉള്ളൂ. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു സ്റ്റോറി കേട്ടോ. അപ്പോൾ അത് ഇവിടെ ഒരു രാമൻ്റെ ഒരു ക്ഷേത്രവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇവിടെ വൈകുന്നേരമൊക്കെ വരുവാണെങ്കിൽ ഇത് ഇവിടുന്ന് ഉണ്ട് ഒരു അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഈ സൈഡിൽ നിന്ന് അങ്ങോട്ട് കാണാൻ പറ്റുന്ന ചടയമംഗലം ടൗണും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നല്ല ഒരു എന്താ പറയുന്നത്, പച്ച പരവതാനി വിരിച്ച പോലെ എന്ന് പറയത്തില്ല, അതിനൊക്കെ ഒരു അടിപൊളി വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാം. പിന്നെ നമ്മുടെ ആ ക്ഷേത്രത്തിൻ്റെ ഒരു ആംബിയൻസ് കേട്ടോ, അത് ഒരു അടിപൊളി വേറൊരു വൈബാണ് ഇവിടെ വരുമ്പോഴത്തേക്കും. ആ ക്ഷേത്രം, ആ ഒരു കരിങ്കല്ല് വെച്ച് കെട്ടിയ ഒരു ക്ഷേത്രവും, അതുപോലെ തന്നെ അതിൻ്റെ സൈഡിൽ കൂടെ നമ്മുടെ ജഡായുവിൻ്റെ ഒരു ശില്പമൊക്കെ കാണാം. കരിങ്കല്ല് വെച്ച് കെട്ടിയതാണോ എന്ന് അറിയില്ല, എന്തായാലും പുറത്ത് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീലാട്ടോ കിട്ടുന്നത്, കരിങ്കല്ല് വെച്ച് കെട്ടിയ ഒരു ഫീലാണ് കിട്ടുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് സ്പെഷ്യലായിട്ട് പറയാനുള്ള രാമപാദം നമുക്കിവിടെ കാണാം. രാമപാദം എന്ന് സങ്കല്പിക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. ഇതിനകത്ത് ഈ ഒരു രാമൻ്റെ കാൽപാദം പതിഞ്ഞതായിട്ടാണ് ഇതിൻ്റെ ഒരു വിശ്വാസം. അതൊരു ഗ്ലാസ്സൊക്കെ ഇട്ട് നല്ല സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്ഷേത്രം നമ്മൾ കണ്ടതിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് ഇത്. നമുക്കിവിടെ വന്നിട്ട് കാണാം, ക്ഷേത്രത്തിനകത്ത് കയറാം, കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ജഡായുവിൻ്റെ ചിറകിലെ തൂവലുകൾ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ കണ്ടോ, ആ ഒരു സിമെൻറ്റ് വെച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അതിനകത്ത് കയറി ഇരുന്ന് ഫോട്ടോ എടുക്കാൻ പറ്റില്ല, അതിവിടെ സെക്യൂരിറ്റീസ് പെർമിഷൻ തരില്ല. എന്തായാലും മലയാളി ഗസ്റ്റുകൾ വളരെ കുറവാണ് കേട്ടോ. എല്ലാം നോർത്ത് ഇന്ത്യൻസ്, ഫോറിനേഴ്സ്, അതുപോലെ തന്നെ തമിഴ്, അങ്ങനെ വേറെ സ്ഥലത്തുനിന്ന് വന്ന ഗസ്റ്റ്. കേരളത്തിൽ നിന്ന് ആൾക്കാർ വളരെ കുറവാണ് കേട്ടോ. പിന്നെ നമുക്ക് നടന്ന് ക്ഷീണിച്ചവരും കൂടി ഇരിക്കാനുള്ള സെറ്റപ്പ് കൊണ്ട് ഇതിനകത്തൊരു മ്യൂസിയത്തിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് കേട്ടോ. അത് കംപ്ലീറ്റ് ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു ആരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, ജഡായുവിൻ്റെ കണ്ണിനകത്ത് വരെ നമുക്ക് കയറി നിൽക്കുമ്പോൾ കടൽ കാണാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് വരെ ഇതിനകത്തുണ്ടെന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് കറക്റ്റ് അറിയില്ല. നമ്മളങ്ങനെ അതേ കേബിൾ കാറിൽ വന്നിറങ്ങിയ ആ ഒരു ഭാഗത്തു നിന്ന് ഒരു റൗണ്ട് അടിച്ച് ഇങ്ങനെ ഇപ്പർ സൈഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് താഴേക്ക് നോക്കുമ്പോഴത്തേക്കും നടന്ന് കയറി വരാമെന്ന് ഞാൻ പറഞ്ഞില്ല. അവിടെ നിന്ന് നമുക്ക് കേബിൾ കാറും കാണാൻ കയറി വരുന്നത്, അവിടെ നിന്ന് നടന്ന് വരുന്ന വഴിയാണിത്. നമുക്ക് വേണമെങ്കിൽ കേബിൾ കാർ വഴി മുകളിലേക്ക് വന്നിട്ട് ആ ഒരു എക്സ്പീരിയൻസും കിട്ടും. തിരിച്ച് വേണമെങ്കിൽ നമുക്ക് ഈ വഴി നടന്ന് ഇറങ്ങിപ്പോകാം കേട്ടോ. അപ്പോൾ രണ്ട് വഴി കൂടെയും പോകുന്ന ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഞങ്ങൾ വന്നപ്പോഴത്തേക്കും കേബിൾ കാർ വഴി ഇതിൻ്റെ മുകളിൽ എത്തുന്നതിന് നമുക്ക് 500 രൂപയാണ് കേട്ടോ ഒരാൾക്ക് എൻട്രി ടിക്കറ്റ് വരുന്നത്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ടിക്കറ്റ് ചാർജും അതുപോലെ ഇവിടുത്തെ ടൈമിങ്സും കാര്യങ്ങളും എല്ലാം ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്